Welcome to another episode of Adobe Illustrator Malayalam tutorial. So, ഇന്നലെ നമ്മൾ ഗ്രേഡിയന്റ് ടൂൾ എങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കാമെന്ന് പഠിച്ചു. പിന്നെ സ്ട്രോക്ക് ടൂളിൽ എങ്ങനെ ക്യാപ്പ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. സ്ട്രോക്ക് ടൂൾ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പഠിച്ചു. അപ്പോൾ നമുക്ക് ഇന്നലെ പഠിച്ച ഗ്രേഡിയന്റ് ടൂളും നമ്മുടെ സ്ട്രോക്കും അലൈൻമെൻറ്റും ഒക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമുക്കൊരു പുതിയൊരു എമോജി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇന്ന് നമ്മളിവിടെ ഒരു ആംഗ്രി എമോജിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സർക്കിൾ, അതിൽ നമ്മൾ ഗ്രേഡിയൻറ്റ് ഫില്ല് ചെയ്യുന്നു. സെക്കൻഡ് നമ്മൾ സ്ട്രോക്കും നമ്മുടെ ക്യാപ്പും എലിപ്സ് ടൂളും ഒക്കെ ഉപയോഗിച്ച് അതിൻ്റെ ഐസും ഐബ്രോസും മൗത്തും ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എലിപ്സ് ഒരു പെർഫെക്റ്റ് സർക്കിള്, പിക്സൽ സൈസ് ഒന്നും നോക്കുന്നില്ല, ഒരു പെർഫെക്റ്റ് 270 പിക്സൽസ് ആണ് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാനിത് സെലക്ട് ചെയ്ത് വച്ചിരുന്നത് കൊണ്ട് അതേ ഗ്രേഡിയൻറ്റിൽ ഇവിടെ വന്നു. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നേന്ന് കാണിച്ചാൽ ഞാൻ ഒരു സിംഗിൾ കളറാക്കി മാറ്റി. ഇപ്പോൾ ഒരു ഓറഞ്ച് കളറിലുള്ളൊരു സർക്കിളായിട്ട് മാറി. അപ്പോൾ ഞാൻ ഗ്രേഡിയൻറ്റ് പാനലിലോട്ട് പോയി ഈ സർക്കിളിനെ ഗ്രേഡിയൻറ്റ് ലെവലിലോട്ട് മാറ്റി. ഗ്രേഡിയൻറ്റ് ലെവൽ മാറ്റിയിട്ട് എൻ്റെ ആദ്യത്തെ കളർ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് യെല്ലോ ക്രിയേറ്റ് ചെയ്ത് ഒരു മാറ്റ് എല്ലാം ഒരു ലൈറ്റ് ഷെയ്ഡ് ഓഫ് എല്ലാം ആണ്, പെർഫെക്റ്റ് ഷെയ്ഡ് എല്ലാം അല്ല, ലൈറ്റ് ഷെയ്ഡ് എല്ലാം. അത് സെലക്ട് ചെയ്യുന്നു ഇവിടെ. അതേപോലെ രണ്ടാമത്തെ കളർ സെലക്ട് ചെയ്യുന്നു, നമ്മുടെ ഫില്ലിൽ പോകുന്നു. അവിടെ ഒരു ചെറിയ ഓറഞ്ച് ഇടുന്നു, ഓറഞ്ച് കളർ കുറച്ചുകൂടെ ഡാർക്ക് ഓറഞ്ച് ആയിരിക്കും അവിടെ കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഡാർക്ക് ബെറ്റർ. ഓക്കെ, അപ്പോൾ ഒരു എമോജിയുടെ ഒരു ഇത് നമുക്കിപ്പോൾ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ എമോജിയുടെ കളറ്. അപ്പോൾ നമുക്ക് അടുത്തിനും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്രാഡിയൻറ്റ് കിടക്കുന്നതാണ് ഞാൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ്. എനിക്ക് വേണ്ടത് ബോട്ടത്തിൽ നിന്ന് ടോപ്പിലോട്ടാണ് വേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ആംഗ്രി എമോജിയുടെ ഒരു ആങ്കർ ഒരു ഹെഡ് ഭാഗത്തായിട്ടൊക്കെ ആയിട്ട് റെഡ് സൂചിപ്പിച്ചിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഗ്രേഡിയൻറ്റ് ടൂളിലേക്ക് ഇനി പോവാം. ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രേഡിയൻറ്റ് ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ബോട്ടത്തിൽ നിന്ന് ഇങ്ങനെ വരച്ച് ഒരു ചെറിയൊരു ലൈറ്റ് ഇമേജ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ കുറച്ചുകൂടെ ഒരു ഡാർക്ക്നെസ് എനിക്ക് താല്പര്യമുണ്ട്. കാര്യം അത്ര ഡാർക്ക്നെസ് എനിക്കിവിടെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ അഗെയിൻ ഗ്രേഡിയൻറ്റ് പാനലിൽ പോയിട്ട് അവിടെ നമുക്കൊരു ചെറിയ ഗ്രേഡിയൻറ്റ് സ്ലൈഡർ ഇവിടെ കാണാൻ പറ്റും. 2 ഗ്രേഡിയൻ്റ് സ്ലൈഡറാണ്. അപ്പോൾ ഏത് കളർ നമുക്ക് കൂടുതൽ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പം എനിക്ക് ഈ റെഡ് കൂടുതൽ വേണമെങ്കിൽ ഞാൻ അടുത്ത സൈഡിലോട്ട് ഈ ഗ്രേഡിയൻറ്റ് സ്ലൈഡർ മൂവ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ഇവിടെ ആ റെഡ് കൂടുതൽ കിട്ടും. ഞാനിപ്പോൾ റെഡ് കൂടുതൽ കിട്ടാൻ കണക്കാക്കിയിട്ട് ഗ്രേഡിയൻറ്റ് സ്ലൈഡ് ചെയ്തു. കണ്ടോ, ഞാൻ ഓൾ ദ വേ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏകദേശം എല്ലാം റെഡായി മാറും. റെഡല്ല, ഓറഞ്ച് കളർ. അപ്പോൾ നമുക്കൊരു അതൊരു പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നു. സെലക്ട് ചെയ്തത് എപ്പോഴാണ് മൂവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് അങ്ങനെ ഇങ്ങനെ ടീക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ പെർഫെക്റ്റ് ഇത് കിട്ടുന്നത് നോക്കാം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഐ ഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് അതിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്കതിനേക്കാളും
ഇവിടെ നമുക്ക് ചൂസ് ചെയ്ത് സെലക്ട് ചെയ്യാം. ഞാൻ അതിൽ ഓക്കെ ആണ്. അപ്പോൾ ഞാൻ അതിൽ ഓക്കെ ആണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഐബ്രോസ് ക്രിയേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ നമ്മുടെ കണ്ണ് ക്രിയേറ്റ് ചെയ്യണം, മൗത്ത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം മൗത്ത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് സാധാരണ നമ്മൾ എലിപ്സ് ടൂൾ എടുക്കുന്നു. എലിപ്സ് ടൂൾ എടുത്തിട്ട് നമ്മൾ സാധാരണ ഒരു ചെറിയൊരു ഇത് കൊടുത്തു. അപ്പോൾ അത് ഗ്രാഡിയൻ്റ് ആണ് വന്നത്. നമ്മൾ ഗ്രാഡിയൻ്റ് മാറ്റിയിട്ട് ഇപ്പോൾ നമുക്ക് കളർ ഫില്ല് ചെയ്യാൻ ഇവിടുത്തെ കളർ ഫില്ലിൻ്റെ ഓപ്ഷൻ ഇവിടെ തേർഡ് കിടപ്പുണ്ട്. അല്ലെങ്കിൽ നോ കളർ ഫില്ല് ചെയ്യാൻ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ കളർ ഫില്ല് ചെയ്യാൻ ഇവിടെ ഗ്രേഡിയൻ്റ് നടക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് കളർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സ്വാച്ചസ് ഉണ്ട്, സ്വാച്ചസിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ പോയി എനിക്കൊരു ചെറിയൊരു ബ്ലാക്ക് കളർ, ഒരു മാറ്റ് ബ്ലാക്ക് പോലത്തെ ഒരു കളർ, ചെറിയൊരു ബ്ലാക്ക്, അത് ഞാൻ സെലക്ട് ചെയ്തു. നമുക്കിതിനെ ഡ്രാഗ് ചെയ്ത് സ്മാർട്ട് ഗേറ്റ്സ് ഉപയോഗിച്ച് അലൈൻ ചെയ്യാം. അതാണ് എൻ്റെ സെൻറ്റർ. ഇപ്പോൾ ഞാനതിനെ അവിടെ അലൈൻ ചെയ്തു. അപ്പോൾ സെക്കൻഡ് നമുക്ക് കണ്ണിന് വേണ്ടിയിട്ട് അതും എലിപ്സ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ചെറിയൊരു കണ്ണ് വരയ്ക്കാം. കണ്ണ് നമുക്കൊരു ആംഗ്രി എമോജിയുടെ കണ്ണ് ഇങ്ങനെ വന്നിട്ട് കുറച്ചുകൂടെ താഴോട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കണ്ണ് താഴോട്ട് തന്നെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇൻവെർട്ട് ടൂൾ പോയിട്ട് ഓൾട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുത്ത കണ്ണ് നമുക്ക് അവിടെ കിട്ടും. കോപ്പി കൊടുക്കുക, അതിനെ അലൈൻ ചെയ്ത് അപ്പോൾ നമ്മുടെ കണ്ണായി, വായായി, അപ്പോൾ നമ്മുടെ വായും കണ്ണും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഐബ്രോസ് ആണ്. ഐബ്രോസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പെൻ ടൂൾ യൂസ് ചെയ്യാം. പെൻ ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഐബ്രോസിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടം വരെ ലെങ്ത് കൊടുത്തിട്ട് ഇവിടെ വന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് കർവ് ചെയ്ത് കൊടുക്കാം. ഈ കർവിങ് മതി. അപ്പോൾ ഇങ്ങനൊരു പാത്ത് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈ പാത്ത് ക്രിയേറ്റ് ചെയ്ത് ഈ പാത്ത് മാത്രമൊക്കെ നമുക്ക് നേരെ സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ പാത്ത് മാത്രം സെലക്ട് ആയി. ഇപ്പം നമുക്കതിൽ ഫില്ലാണ് കിടക്കുന്നത്. അതാണ് അതിൻ്റെ ടോപ്പിൽ കൂടെ ഇങ്ങനെ ഒരു വരയായിട്ട് ഒരു എൻഡിൽ നിന്ന് മറ്റെൻഡിലേക്ക് ഇങ്ങനെ ഫില്ലായി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫില്ല് വേണ്ട, ഫില്ല് ക്യാൻസൽ ചെയ്യുന്നു. എഗെയിൻ സെലക്ഷൻ മാറ്റി പോയിട്ട് ഞാൻ അതിനെ ഒരിക്കൽ കൂടെ സെലക്ട് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ സ്ട്രോക്കിൻ്റെ ഓപ്ഷൻ കിട്ടും. ഞാൻ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ച പോലെ തന്നെ നമുക്ക് സ്ട്രോക്കിന് നമുക്ക് ബ്ലാക്ക് കളർ കൊടുത്തിട്ട് നമുക്ക് ആ ഐബ്രോസിന് എത്ര പോയിൻ്റാണ് അവിടെ ബെറ്റർ എന്നാണ് ആ പോയിന്റിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എൻ്റെ അറ്റം ക്യാപ്പാക്കി കൊടുക്കാം. ക്യാപ്പാക്കി കൊടുത്തിട്ട് നമുക്ക് ഇതേ കളർ തന്നെ നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സ്ട്രോക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അതേ കളറിലേക്കാനാകുന്നു. അപ്പോൾ രണ്ട് ഏകദേശം ഒരേ കളറായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐബ്രോയും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഐബ്രോയുടെ അവിടെ അറ്റത്ത് നമുക്ക് ചെറിയായിട്ട് ഡിസ്റ്റൻസ് എല്ലാം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് അതിനെ ശകലം താഴോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നീക്കി നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു അത്ര കർവിങ് ഇല്ല, ശകലം കർവിങ് മാത്രമൊക്കെ അത് മാറ്റിയെന്നതാണ്. ശകലം കർവിങ് ആ കർവിങ് എനിക്ക് ഓക്കെയാണ്. അപ്പോൾ ആ കർവിങ് ഞാൻ ക്രിയേറ്റ് ചെയ്തു, സെലക്ട് ചെയ്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു.
അപ്പോൾ ഇതിൽ ഓക്കെയാണ് ഞാൻ. അപ്പോൾ നമുക്കിതിനെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ടൂൾ ഉപയോഗിച്ച് അടുത്തൊരു കോപ്പി ക്രിയേറ്റ് ചെയ്യാം. ഓൾട്ട് പ്രസ് ചെയ്ത് അപ്പോൾ അതേപോലെ തന്നെ അപ്പുറത്തൊരു കോപ്പി ക്രിയേറ്റ് ആവും. ഒരു കോപ്പി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആംഗ്രി എമോജി ഫുള്ളായിട്ടുണ്ട്. കണ്ടില്ലേ, ബ്യൂട്ടിഫുൾ ഒരു ആംഗ്രി എമോജിയാണ്. നമുക്കിന്ന് ഐബ്രോ ശാലം ലെങ്ത് കൂടുതലാണെന്ന് തോന്നുന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് ശാലം ചെറുതാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആംഗ്രി എമോജി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആംഗ്രി ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഗ്രാഡിയൻറ്റ് ടൂൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് കണ്ടു. നമുക്ക് പിന്നെ എങ്ങനെയാണ് പെൻ ടൂൾ ഉപയോഗിച്ച് ലൈന് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് കണ്ടു. പിന്നെ അതിലെങ്ങനെയാണ് നമുക്ക് ഗ്രാഡിയൻറ്റ് ക്യാപ്പും ഉപയോഗിക്കാമെന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്.